ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങോ ഹെയർ പാക്കോ ഒന്നുമല്ല, ഇന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മളൊരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. നോമ്പൊക്കെ ആയിട്ട് നമ്മൾ വെറും നോമ്പിൻ്റെ ഒരു പലഹാരങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ ഇട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം നമ്മളിപ്പോൾ നോമ്പിനും പെരുന്നാളിനും ശേഷം ഇപ്പോഴാണ് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കടലപ്പൊടി നമുക്ക് മുഖത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലേക്കും കഴുത്തിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കസ്തൂരി മഞ്ഞളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഞ്ഞൾ എടുക്കാം, പച്ചമഞ്ഞൾ. ഇനിയിപ്പോൾ വീട്ടിൽ കറിക്ക് യൂസ് ചെയ്യുന്ന മഞ്ഞളൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പം ഞാനിതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നല്ല പ്യുവറായിട്ടുള്ള ചെറുതേനാണ് കേട്ടോ. ചെറുതേനാണ് നമ്മുടെ മുഖത്ത് തേക്കാനൊക്കെ നല്ലത് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം തേനൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേൻ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. തേനിഞ്ഞ് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തേന് ചേർക്കേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് റോസ് വാട്ടറൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാദാ വാട്ടറാണ് കേട്ടോ. അത് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കുന്ന ടൈമിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കൂടി പോകാനായിട്ടൊന്നും പാടില്ല. അതാകുമ്പോൾ നമ്മുടെ മുഖത്ത് നിന്ന് ഒലിച്ചിറങ്ങും. അപ്പോൾ പിന്നെ നമ്മുടെ മുഖത്ത് പിടിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചൊരു രീതിയിൽ നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ, കഴുത്തിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇടണം. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഈ വെയിലുള്ള ടൈമിലൊക്കെ നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് പോകാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണ് തേന്. ഇനി നിങ്ങൾക്ക് തേനൊന്നും ചേർക്കണമെന്നില്ലെങ്കിൽ നമുക്ക് തൈര് ചേർക്കാം, പാല് ചേർക്കാം, റോസ് വാട്ടർ ചേർക്കാം. ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് സാധാ വാട്ടർ മാത്രം ചേർത്തിട്ട് തേക്കാവുന്നതാണ്. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്